ഹലോ വെൽക്കം ടു ജെസീസ് വ്ളോഗ് എന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ 29th ഡിസംബർ. അപ്പോൾ അന്ന് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ കേക്ക് ബിസിനസ് ആണല്ലോ, അപ്പോൾ നമുക്ക് ന്യൂ ഇയറിൻ്റെ തിരക്ക് കാരണം വീഡിയോസൊക്കെ പെൻഡിങ്ങിൽ വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ സർപ്രൈസായിട്ട് വീട്ടിൽ നിന്ന് രാവിലെ 6 മണിക്ക് കളിക്കാൻ പോകട്ടോ. SKMJ കൽപ്പറ്റ ഗ്രൗണ്ടിൽ വെച്ചാണ് കളി എന്നും എല്ലാ ഞായറാഴ്ചയും. അതുപോലെ ഒഴിവ് ദിവസങ്ങളിലും രാവിലെ ഒരു കുറച്ച് ആൾക്കാർ കളിക്കാൻ ഇവിടെ എത്തും. അപ്പം ഇവിടെ ചെന്നിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രാവശ്യം എന്തെങ്കിലും സർപ്രൈസ് ഒപ്പിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഈ പ്രാവശ്യവും ഞാനത് മുടക്കിയില്ല. ഒരാളെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇവരൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനവിടെ മാറി നിന്നു, ഫോൺ ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ടോ വീഡിയോ എടുക്കാനും. അപ്പം കേക്കൊക്കെ ഞാൻ അവിടെ കറക്റ്റ് ടൈമിന് ഞാൻ വേറൊരു ഫ്രണ്ടിനെ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി കേക്കൊക്കെ ആയിട്ട് അവിടെ ചെന്നു. അങ്ങനെ അവിടെ ഒരു ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കേക്ക് അവിടെ എത്തിച്ചത്. അപ്പോൾ ആരാ കൊണ്ടുവരുന്നത് എന്താണെന്നൊന്നും ആളറിയില്ല. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവാം കേട്ടോ. അപ്പോൾ ഞാൻ ആൾ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആൾ കാണുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ അവർ പിന്നെ പോയതിന് ശേഷം രാവിലെ 6 മണിക്ക് അവർ പറഞ്ഞതിന് ശേഷം ഞാൻ കേക്കൊക്കെ റെഡി ആക്കുകയാണ്. അപ്പം ഞാനൊരു 2-2.5 കിലോനുണ്ട് കേട്ടോ കേക്ക് ചെയ്ത് വന്നപ്പം. അപ്പം ഒറ്റയ്ക്ക് അതിങ്ങനെ വേഗം ഫിനിഷ് ചെയ്തെടുക്കുകയാണ് നമ്മൾ. അവിടെ അവർ കളി കഴിയുമ്പോഴത്തേന് രണ്ട് ഗ്രൂപ്പായിട്ട് മാച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേന് 10-11 മണിയാവും കേട്ടോ. 11 മണി 11:30 ആവും. അപ്പോഴത്തേന് അവിടെ എത്തണം. പിന്നെ അടിപൊളി ഒരു ക്രിക്കറ്റ് ടീമിൽ തന്നെ ഞാനത് കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കേക്ക് ആളുടെ ബർത്ത്ഡേക്ക് മുറിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മളെപ്പോഴും നമ്മുടെ ബർത്ത്ഡേക്ക് ആയാലും നമ്മളിങ്ങനെ ചെറിയൊരു കേക്കിലാണ് കട്ട് ചെയ്ത് പരിപാടി അവസാനിപ്പിക്കുക. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു വലുതായിട്ട് തന്നെ കഴിക്കാം. അവർ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ഗ്രൗണ്ടിൽ എത്തുന്നത്. അങ്ങനെ അവിടെ എത്തി കേക്ക് അവർ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഒരു ഷെഫീഖ് എന്ന് പറഞ്ഞ ഒരു ഇക്കാനെയാണ് കേട്ടോ ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും ഇവിടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ എല്ലാവരുടെയും ഒരു ഹാപ്പി മൂമെൻറ്റ്സ് തന്നെയായിരുന്നു തോന്നുന്നത്. അപ്പോൾ അവരുടെ സന്തോഷവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ഈ രക്തത്തിലേക്ക് പങ്കുചേരൂല. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. എമ്പ് പാട് ബാറ്റ് കളി മാത്രല്ല എമ്പുണ്ട് ബാറ്റ് ഉണ്ട് ബോള് കണ്ട് പടി അങ്ങോട്ട് പിടിക്കും നല്ല കളിക്കാരനല്ലേ അന്റെ ടീമിനെ നല്ല കളിക്കാരനൊന്നുമില്ലേ അത് തട്ടിട്ട് സിക്സിൽ
യാസിന് വേണ്ടി ദിനേശ് കണ്ണൻ ഒരു ഗാനം ആലപിക്കുകയാണ്. ദിനേശ് കണ്ണ ഒരു പാട്ട് പാട്. ഇത് കണ്ടറിഞ്ഞ് സ്റ്റാർട്ടപ്പ് കോമഡി ഒരു വർഷം 2 വർഷമെങ്കിലും അത് ഫേസ്ബുക്കിൽ ഈ വയസ്സ് പുറത്തിലെടുത്ത് അപ്പൊ ആ ബർത്ത്ഡേ വരാനുണ്ടാവും. അങ്ങനെ അടിപൊളിയായിട്ട് ആ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെങ്കിൽ കേക്ക് കട്ടിങ് അവസാനിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിക്കറ്റ് വേഷത്തിൽ പിന്നെ ആളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കണം എന്നുള്ളത്. കുറേ ആയിട്ടുള്ളൊരാഗ്രഹം കേട്ടോ. ആൾ ക്രിക്കറ്റിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഇതുവരെ എനിക്ക് നടത്താൻ പറ്റില്ല. കാരണം ഈ സൺഡേ ദിവസമാണ് ഇവരധികം കളിക്കാൻ പോവുക. ആ ടൈമിനാണ് എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു ദിവസം ഒത്തു വന്നതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ അങ്ങനെ അടിപൊളിയാക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ ആളുടെ ഒരു പാഷൻ പോലെ ആ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ആ ഒരു തീമിൽ എനിക്ക് ആ ഒരു കേക്ക് ചെയ്യാനും ആ ഒരു പിന്നെ പാർട്ടി നടത്താനും പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. അപ്പോൾ അതിനോടൊത്ത് തന്നെ അവരുടെ എല്ലാ ഫ്രണ്ട്സും അതിന് അതേ എന്താ പറയുക ഒരേ കൈയോടെ അല്ലെങ്കിൽ ഒരേ മനസ്സോടെ ആ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് എനിക്ക് ഇത്രയും ഗംഭീരമായിട്ട് ആ ഒരു ബർത്ത്ഡേ അവിടെ നടത്താൻ ആ ഒരു പരിപാടി നടത്താൻ പറ്റിയത്. പിന്നെ ആൾ ആകെ കളിയിൽ നിന്ന് തോറ്റിട്ട് ഇരിക്കുന്നൊരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ആകെ പിന്നെ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വരുന്നതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ ആ ഒരു കിളി പോയതും മൊത്തത്തിലൊരു ഇതായിരുന്നു. ഞാൻ ഫ്രണ്ടിനെ കൂട്ടിയായിരുന്നു പോയിണ്ടായിരുന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ആ പരിപാടി അവിടെ ഞങ്ങൾക്ക് നടത്താൻ പറ്റി. ക്രിക്കറ്റിൻ്റെ ഒരു തീമിൽ തന്നെ ഞാൻ കേക്ക് ചെയ്തെടുത്ത് പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം എനിക്കെപ്പോഴും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിനെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എല്ലാ ഫാമിലിയിലുള്ള പോലെ തന്നെ ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പണ്ടൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക കുറേ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വഴക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും കുറേ ദിവസമൊക്കെ മിണ്ടാതെ നിൽക്കാനും അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ നമ്മുടെ എല്ലാ ലേഡീസിനുള്ള പോലെ തന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വഴക്കുണ്ടായാലും ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളത് മറന്നു പോകും. മറന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓർമ്മയിലേ ഉണ്ടാവില്ല. അപ്പം ആ ഒരു അതുകൊണ്ട് തന്നെ പിണക്കങ്ങളില്ല. ആദ്യം എനിക്ക് പിണങ്ങി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ ഒരു പിണക്കം കഴിഞ്ഞിട്ടുള്ള ഒരു ഇണക്കത്തിന് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ അങ്ങനെ തല്ലുകൂടി പിണങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ തല്ലുകൂടിയാലും എനിക്ക് ഇങ്ങനെ പിണങ്ങി നിൽക്കാനുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനതൊക്കെ വിട്ടിട്ട് അതൊക്കെ മറന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എന്ത് തന്നെ വന്നാലും ഭയങ്കരമായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കാൻ കുറേ ഫ്രണ്ട്സ് ഇതുപോലെ ഉണ്ടെങ്കിൽ വേറെ എന്താ നമുക്ക് വേണ്ടത്. ഒരുപാട് കാലമായതുകൊണ്ടും ഒരു വലിയ സുഹൃത്ത് ബന്ധത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് ഈ സൺഡേ മാത്രമുള്ള കളികൾ മാത്രമേ. പക്ഷെ യാസിൻ എന്ന് പറയുന്ന ആള് നമ്മളോട് കൂടിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 വർഷം കഴിഞ്ഞു. ആ ഇടവേളയിലൊക്കെ യാസിൻ എന്ത് പരിപാടി വരികയാണെങ്കിലും നമുക്ക് കേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കേക്ക് കൊണ്ടുതരുന്നു. എന്ത് പരിപാടിക്കും ബോളിനാണെങ്കിലും നിങ്ങളെ കൊണ്ടുനിൽക്കും. ക്രിക്കറ്റ് എന്ന് പറയുന്ന ജ്വരം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഇന്ന് ഈ പിറന്നാളിന്റെ എന്താ പറയാ ആ ഒരു ഇതിൽ നിൽക്കുമ്പോ നമ്മളെല്ലാവരും ഈ ടീമിലെല്ലാവരും ഒരു നല്ല പിറന്നാൾ ആശംസകള് യാസിന് കൊടുക്കുകയാണ്. പ്രിയ യാസിന് കൊടുക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും യാസിനും അദ്ദേഹത്തിന്റെ ഫാമിലിക്കും പ്രത്യേകിച്ച് ഭാര്യയ്ക്കും. നമ്മൾ പത്രങ്ങളിലൂടെയും ഈ വാട്സപ്പ് ചാറ്റുകളിൽ മാത്രം കാണുന്ന പാചകറാണി. ഒരുപാട് സന്തോഷം. പറയൂ. ഈ കേക്കിന് ഒതുക്കാൻ പാടില്ല. പാചകറാണി ബിരിയാണി എനിക്കൊരു അവസരം ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഇതൊരു പ്രചോദനമായി കണക്കായിക്കൊണ്ട് പലരും പലതും കൊണ്ടുവരും. അപ്പൊ എല്ലാവരുടെ വക എന്റെ വകയും ഒരുപാട് നല്ല മൊമെന്റ്സ് ഇനിയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ്
എന്താ പറയാ തന്നതിനും സർവശക്തനായ ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. നന്ദി നന്ദി നന്ദി. ഏറ്റവും വലിയ സർപ്രൈസും ഗിഫ്റ്റുമായി കിട്ടിയിരിക്കുന്നത് യാസിന്റെ വൈഫ് തന്നെയാണ്. നമുക്ക് ഈ സാധനം ഇവിടെ എത്തിച്ച് സർപ്രൈസ് കൊടുക്കുന്നത് പൊളിച്ചോ ഒരു കാര്യം പറയട്ടെ, അല്ലാതെ കളി തോറ്റോണ്ടിരുന്നല്ല. പിടിച്ചിട്ടുണ്ട്. കളി നോക്കണ സ്കോർ നോക്കി ഓൺലൈനിൽ കളി ഉണ്ടാവും. പതിവില്ലാതെ എന്തുകൊണ്ടാണ് എന്നോട് എനിക്കത് മനസ്സിലാവണ്ടേ? പ്രത്യേകിച്ച് അപ്പോൾ അടിപൊളിയായിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. മോളും ബാറ്റ് എടുത്ത് വെക്കാനും കിറ്റ് എടുത്ത് വെക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. 12 മണിയായിട്ട് ഉച്ചയ്ക്ക് രാവിലെ 5:30-6 മണിക്ക് തുടങ്ങി അവർ ഉച്ച വരെ കളിക്കും. ഇത് കൽപ്പറ്റ വയനാടിൻ്റെ ഹൃദയഭാഗം ആണ്. കൽപ്പറ്റ SKMJ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്നിവർ കളിക്കുന്നത്, ഈ ഗ്രൗണ്ടിൽ കേട്ടോ. അടിപൊളിയല്ലേ ഈ ഒരു വ്യൂ കാണാൻ? അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.